സിന്ദൂരരേഖ ഭാഗം 59. ഏട്ടന് ഉറക്കം വളരെ കുറവാണ് ഏട്ടത്തി. ഇത്രയും നാളുകൊണ്ട് നിനക്കും അത് മനസ്സിലായി കാണുമല്ലോ. രാത്രി പോലും അധികം ഉറങ്ങില്ല. അപ്പോൾ പിന്നെ പകലുറങ്ങുന്ന കാര്യം പറയേ വേണ്ട. ഇതിപ്പോൾ ഞാൻ ഒരുപാട് നാൾ കൂടിയാണ് ഏട്ടൻ പകലൊന്ന് കിടന്നുറങ്ങുന്നത് കാണുന്നത്. അവൻ്റെ ശബ്ദത്തിൽ പോലും എന്തോ ഒരു കുഞ്ഞു കുട്ടികളുടെ കണക്ക് ആകാംക്ഷയും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മാളു അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം തലയാട്ടി സമ്മതിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പറഞ്ഞ് മുറിയിലേക്ക് പോകാൻ ഒരുങ്ങിയവൻ വീണ്ടും അവളുടെ നേരെ തിരിഞ്ഞു. നീ ഹാപ്പി അല്ലേ ഏട്ടത്തി? അവൻ ചോദിച്ചതും അവളുടെ മറുപടി ഒരു പുഞ്ചിരി മാത്രമായിരുന്നു. അതിൽ നിന്ന് തന്നെ അവളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അവനും എളുപ്പം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അവൻ മുറിയിലേക്ക് പോയതും അമ്മാളും അകത്തേക്ക് കയറി. മനു അപ്പോഴും ഉറക്കം തന്നെയാണ്. മനുവേട്ടൻ അധികം ഉറങ്ങാറില്ലേ? ഉണ്ണി പറഞ്ഞു പോയ കാര്യം അമ്മാളും ഒന്ന് ആലോചിച്ചു. ഓ, അതിന് കട്ടിൽ കണ്ടാൽ ശവം കണക്കാകുന്നത് തനിക്കതെങ്ങനെ അറിയാനാണ്? അടുത്ത നിമിഷം തന്നെ അവൾ ആ ചോദ്യത്തിന് സ്വയം ഉത്തരം കണ്ടുപിടിച്ചിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്പലത്തിലേക്ക് പോകാനുള്ളത് കൊണ്ട് അമ്മാള് വേഗം തന്നെ കുളിക്കാൻ വേണ്ടി കയറി. കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോഴും മനു അതുപോലെ തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വിളിച്ചില്ലെങ്കിൽ സമയം വൈകുമെന്ന് കരുതി അവൾ അവനെ വിളിക്കാനൊരുങ്ങി. മനുവേട്ടാ. മുടി തുവർത്തുന്നതിനിടയിൽ അമ്മാളു അവനെ പതിയെ ഒന്ന് വിളിച്ചു നോക്കി. എങ്കിലും അതൊന്നും അവൻ അറിഞ്ഞത് കൂടിയില്ല. തല തുവർത്തിക്കഴിഞ്ഞ് തോർത്തവിടെ വിരിച്ചിട്ടതിന് ശേഷം അമ്മാളു അവനെ വന്ന് തട്ടി വിളിച്ചു. മനുവേട്ടാ. അവൾ കുളിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ കൈ നല്ല തണുത്തിരിക്കുമായിരുന്നു. പെട്ടെന്ന് അവളുടെ തണുത്ത കൈകൾ അവൻ്റെ കവിളിലായി അമർന്നതും കവിളിലേക്ക് അരിച്ചിറങ്ങിയ തണുപ്പിൽ അവൻ പതിയെ കണ്ണു തുറന്നു. മുന്നിൽ അമ്മാളുവിനെ കണ്ടതും അവൻ പോലും അറിയാതെ അവനൊന്ന് പുഞ്ചിരിച്ചു പോയി. എഴുന്നേക്ക് മനുവേട്ടാ, അമ്പലത്തിൽ പോകാൻ സമയമായി. അമ്മാള് പറഞ്ഞതും അടഞ്ഞു പോകുന്ന കൺപോളകൾ അവൻ വലിച്ചു തുറന്നു. കട്ടിലിലേക്ക് കമിഴ്ന്നു കിടന്ന് അവൻ മടിയോടെ അവളെ നോക്കി. ഞാൻ വരുന്നില്ല, നീ ഉണ്ണിയും കൂടെ പോയിട്ട് വാ. അവൻ അങ്ങനെ പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. മനുവേട്ടൻ പിന്നെ എന്ത് ചെയ്യാൻ പോവാ? ഞാനിവിടെ കിടന്നോളാം, എനിക്ക് ഉറക്കം വരുന്നു. പിന്നെ ഉറക്കം? മര്യാദയ്ക്ക് എഴുന്നേറ്റ് എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വരാൻ നോക്കിക്കോ. മനുവേട്ടൻ വരുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല അങ്ങോട്ട്, അവൾ കട്ടിലിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞതും അവൻ കട്ടിലിൽ പതിയെ എഴുന്നേറ്റിരുന്നു. എങ്കിലും അവൻ്റെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു പോവുകയായിരുന്നു. മനുവേട്ടൻ ഇന്നലെ തന്ന മരുന്ന് ഇപ്പോൾ വല്ലതും എടുത്ത് കഴിച്ചോ? ഞാനൊരു മരുന്നും കഴിച്ചിട്ടില്ല. പക്ഷേ മരുന്ന് കഴിച്ചപ്പോൾ ഒന്നും കിട്ടാത്തത്രയും ഉറക്കമാണ് ഇപ്പോൾ ഞാൻ ഈ ഇത്തിരി സമയം കൊണ്ട് ഉറങ്ങിയത്. അവൻ കൈകളൊന്നും മുകളിലേക്ക് ഉയർത്തി സ്ട്രെച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു. എഴുന്നേറ്റ് പോയി കുളിക്കാൻ നോക്കും മനുവേട്ടാ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇറങ്ങാൻ വൈകി. ഉണ്ണിക്കുട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ? ഉവ്, ഉണ്ണിയേട്ടൻ വന്നപ്പോൾ നമ്മൾ രണ്ടുപേരും കിടന്നുറങ്ങുമായിരുന്നു. കോളിംഗ് ബെൽ അടിച്ചിട്ട് വാതിൽ തുറക്കാതെ വന്നപ്പോൾ ഉണ്ണിയേട്ടൻ ഫോൺ വിളിച്ചു. അപ്പോഴാണ് ഞാൻ ഉണരുന്നത്. ആണോ? ഇപ്പോൾ സമയം എത്രയായി? 5:30 കഴിഞ്ഞു. അത് പറഞ്ഞതും മടിയോടെയാണെങ്കിലും മനു എഴുന്നേറ്റ് കുളിക്കാനായി കയറി. അപ്പോഴേക്കും ഒരു പട്ടുപാവാടയൊക്കെ എടുത്ത് അമ്മാൾ ഒരുങ്ങി മുടി കെട്ടാൻ തുടങ്ങി. ഏട്ടത്തി, ഒരുങ്ങിക്കഴിഞ്ഞോ? അപ്പോഴേക്കും മുറിയുടെ പുറത്തു നിന്ന് ഉണ്ണിയുടെ ശബ്ദം കേട്ടു. വാതിൽ അടച്ചിട്ടില്ല ഉണ്ണിയേട്ടാ, അകത്തേക്ക് കയറിക്കോ. ഏട്ടൻ എവിടെ എന്ന് ചോദിച്ച് ഉണ്ണി അകത്തേക്ക് കയറിയ സമയം തന്നെ മനു ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഏട്ടൻ ഉറക്കായിരുന്നു എന്ന് കേട്ടു. ആടാ, ഞാൻ ഉറങ്ങിപ്പോയി. ഇപ്പോൾ സംസ്കൃതി വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ ഉണർന്നത്. മനു പറഞ്ഞതും അമ്മാളും അവനെ ഒന്ന് നോക്കി. ഓന്തെങ്ങാനും ഇയാളെ കണ്ടാൽ ഇയാൾ അവരുടെ രാജാവായിട്ട് കൊണ്ടുപോകും. അമ്മാളു അവനെ നോക്കി നിൽക്കെ മനസ്സിൽ ചിന്തിച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും ഉണ്ണി മുറിക്ക് പുറത്തേക്ക് പോയി. അമ്മാളുവും ഡ്രസ്സെല്ലാം മാറിക്കഴിഞ്ഞതുകൊണ്ട് അവളും പുറത്തേക്ക് പോയി. മനുവും കൂടി ഒരുങ്ങിക്കഴിഞ്ഞതും 3 പേരും അമ്പലത്തിലേക്ക് പോകാനായി ഇറങ്ങി. അമ്പലത്തിലേക്ക് എത്താൻ കുറച്ച് വൈകിപ്പോയിരുന്നു. കാരണം ഇവർ 3 പേരും എത്തുന്ന സമയമായപ്പോഴേക്കും അമ്പലത്തിലെ പൂജകളും ചടങ്ങുകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിനകത്തേക്ക് കയറി ഒന്ന് പ്രാർത്ഥിച്ചു. വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതിൽ പങ്കുകൊള്ളുകയും ചെയ്തു. പൂജ കഴിഞ്ഞ് അതിനുശേഷമാണ് അമ്മയെ കണ്ട് സംസാരിച്ചത്. മനു അമ്മയോട് സംസാരിച്ചപ്പോൾ തന്നെ അവൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ വ്യത്യാസമുള്ളതായിട്ട് അമ്മയ്ക്ക് തോന്നി. കുറച്ചു നേരം കൊണ്ട് തന്നെ അവനിൽ ആകെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് അമ്മയ്ക്ക് എളുപ്പം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഈ ഒരു മാറ്റത്തിൻ്റെ എല്ലാ കാരണവും അമ്മാളുവാണെന്ന് മനസ്സിലാക്കാനും അവർക്കധികം സമയമൊന്നും വേണ്ടി വന്നില്ല. എങ്കിലും അതിനെക്കുറിച്ചൊന്നും അമ്മ ആരോടും ചോദിക്കാനും നിന്നില്ല. സംസാരമൊക്കെ കഴിഞ്ഞ് രാത്രി ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു 3 പേരും തിരികെ വീട്ടിലേക്ക് പോയപ്പോൾ. ഇനിയുള്ള 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അമ്മയ്ക്ക് തറവാട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് താമസിക്കണമെങ്കിലാവാം. പക്ഷേ പൂജകളിലൊക്കെ കൃത്യമായിട്ട് തന്നെ പങ്കെടുക്കണമെന്നുള്ളത് അനിവാര്യമാണ്. ഞാൻ ഉറങ്ങാൻ പോയേട്ടാ, വല്ലാത്ത ക്ഷീണം. വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ഉണ്ണി ക്ഷീണത്തോടെ പറഞ്ഞു. രാവിലെ അമ്പലത്തിലേക്ക് പോകുന്നതും അത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ പോകുന്നതും അത് കഴിഞ്ഞ് തിരികെ വീട്ടിൽ വന്ന് അമ്പലത്തിലേക്ക് പോകുന്നതും ഒക്കെ കൂടെ ആയപ്പോൾ അവൻ നല്ല രീതിയിൽ തന്നെ ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് പറ്റില്ല ഉണ്ണിയേട്ടാ, രാവിലെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെയാണ് പോയത്.
രാത്രി എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാൽ മതി. അത് പറഞ്ഞ് അമ്മാളു ഡ്രസ്സ് പോലും മാറാതെ നേരെ അകത്ത് അടുക്കളയിലേക്ക് നടന്നു. മനു ഉണ്ണിയെ എന്ന് നോക്കിക്കൊണ്ട് സോഫയിലേക്കിരുന്നു. വേഗം കൈ കഴുകി വാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് അവൾ ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞിരുന്നു. എനിക്ക് വേണ്ട ഏട്ടത്തി, വിശപ്പില്ല. ഉണ്ണി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് വീണ്ടും മുഖം ചുളിച്ചു. എങ്കിലും അത് കാര്യാക്കാതെ അമ്മാളും ആ സമയം കൊണ്ട് ഭക്ഷണം പ്ലേറ്റിലേക്ക് വിളമ്പി കഴിഞ്ഞിരുന്നു. അയ്യോ, ഇത്രയൊന്നും ഉണ്ണി പറഞ്ഞു തീരുന്നതിന് മുൻപ് അമ്മാളു ചപ്പാത്തി കറി കൂട്ടി മുറിച്ചെടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തിരുന്നു. അതോടെ ഉണ്ണിയുടെ വാ അടഞ്ഞു. ഇങ്ങോട്ടിരിക്കെ. ഡൈനിങ് ടേബിളിലെ കസേരയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അമ്മാളു പറഞ്ഞതും അനുസരണയുള്ള കുട്ടികളെ പോലെ ഉണ്ണി അതിലേക്കിരുന്നു. അവൻ കഴിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതും അമ്മാളു വീണ്ടും ചപ്പാത്തി മുറിച്ച് കറിയിൽ മുക്കി അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. എന്നാൽ ഇത് കണ്ടുകൊണ്ടായിരുന്നു മനു അങ്ങോട്ട് വന്നത്. അവനൊരു പുഞ്ചിരിയോടെ തന്നെ അത് നോക്കിക്കൊണ്ട് ഡൈനിങ് ടേബിളിലെ കസേരയിലേക്കിരുന്നു. മനുവേട്ടന് ചപ്പാത്തി വേണോ ചോറ് വേണോ? എനിക്ക് ചപ്പാത്തി തന്നെ മതി. എങ്കിലാ പാത്രത്തിലിരിക്കുന്നത് എടുത്ത് കഴിച്ചോ. ഓ, എന്തായാലും നീ അവന് വാരി കൊടുക്കുമല്ലേ, എനിക്കും തന്നേക്ക്. വെറുതെ എന്തിനാ ഒരു പ്ലേറ്റ് വേസ്റ്റ് ആക്കുന്നത്? വലിയ എന്തോ കാര്യം പറയുന്നത് പോലെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ഉണ്ണിയുടെ അടുത്തായിട്ട് വന്നിരുന്നു. അങ്ങനെ പറഞ്ഞ് തൻ്റെ അടുത്തേക്ക് വന്നിരുന്ന മനുവിനെ ഉണ്ണി ഒന്ന് നോക്കി. ശേഷം അവനെ നോക്കി കളിയാക്കുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട് ഒന്ന് തലയാട്ടി. എനിക്ക് മതിയായ ഏട്ടത്തി, ഇനി ഏട്ടന് കൊടുക്ക്. അവൻ വന്നിരുന്നപ്പോഴേക്കും കസേരയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന രീതിയിൽ എഴുന്നേൽക്കാൻ നോക്കിക്കൊണ്ട് ഉണ്ണി പറഞ്ഞു. അവിടെ ഇരുന്നോ, ഏട്ടത്തിയാ പറയുന്നത്, അനിയൻ അനുസരിക്കണം. 2 ചപ്പാത്തിയെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. ദേഷ്യത്തോടെ കണ്ണുകളൊക്കെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞതും ഉണ്ണി അവളെ ദയനീയമായി നോക്കി. അവൻ മനുവിനെ നോക്കിയപ്പോൾ അവൻ താൻ ഇതിൽ ഇടപെടാനില്ലെന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അമ്മാളു ഒരു ചപ്പാത്തി മുറിച്ച് മനുവിൻ്റെ നേരെയും നീട്ടി. അങ്ങനെ ഒരു പ്ലേറ്റിൽ ചപ്പാത്തി എടുത്ത് 3 പേരും കൂടിയിരുന്ന് കഴിച്ചു. മനുവിനും ഉണ്ണിക്കും അമ്മാളു ഒരുപോലെ ചപ്പാത്തി മുറിച്ചു കൊടുത്തു. ആദ്യമൊക്കെ ഉണ്ണി മടി കാണിച്ചുവെങ്കിലും പിന്നീട് അത് സന്തോഷത്തോടെ തന്നെ വാങ്ങി കഴിക്കുകയാണ് ചെയ്തത്. അതിനേക്കാൾ ഉപരി മനുവും അമ്മാളവും തമ്മിൽ ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും അവന് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യവും അവനെ സന്തോഷത്തിലാക്കിയിരുന്നു. ഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിക്ക് ഒന്നുകൂടി ക്ഷീണം തോന്നാനും ഉറക്കം വരാനും തുടങ്ങിയിരുന്നു. അതുകൊണ്ട് അധികം നേരം സംസാരിക്കാൻ നിൽക്കാതെ അവൻ വേഗം തന്നെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങി. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഉണ്ണി മനുവിന് നേരെ തിരിഞ്ഞു. അന്നേരമാണ് അവൻ മനുവിനോട് ചോദിക്കാനുള്ളൊരു കാര്യം ഓർത്തത്. ഏട്ടനും ഏട്ടത്തിയും ഇന്ന് എവിടെ പോയതാണ്? 2 പേരെയും മാറി മാറി നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഞങ്ങൾ ഇന്നിവിടെ മനുവേട്ടൻ പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു കാവിൽ പോയി. ഉണ്ണി ചോദിക്കാൻ കാത്തിരുന്നത് പോലെ അമ്മാളു ആവേശത്തോടെ പറഞ്ഞു. പക്ഷേ അവൻ്റെ ചോദ്യവും അമ്മാളുവിൻ്റെ ഉത്തരവും ഒക്കെ നിമിഷ നേരം കൊണ്ടായതുകൊണ്ട് മനുവിന് പ്രത്യേകിച്ചൊന്നും പറയാനോ ചെയ്യാനോ പറ്റിയില്ല. അമ്മാളു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. പക്ഷേ മനു ആണെങ്കിൽ ഏതു വഴിക്ക് പോകണം എന്നറിയാൻ വയ്യാതെ നിൽക്കുകയാണ്. ഉണ്ണി മനുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. മനു പിന്നെ ഉണ്ണിയുടെ ഭാഗത്തേക്ക് നോക്കാനേ നിന്നില്ല. നിങ്ങൾ എങ്ങനെയാ ഏട്ടത്തി പോയത്? മനുവേട്ടൻ്റെ ബൈക്കിൽ ആണോ? ഉണ്ണി ചോദിച്ചതും അമ്മാളും അതിനും തലയാട്ടി. ഈ സമയം ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നു എങ്കിലെന്ന് ആഗ്രഹിച്ചു പോയി മനു അന്നേരം. ഏട്ടത്തി മുറിയിലേക്ക് പൊക്കോ, ഞാൻ ഏട്ടനോടൊന്ന് സംസാരിക്കട്ടെ. ഉണ്ണി പറഞ്ഞതും അമ്മാളു തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. നിനക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ എന്തിനാണ് തന്നെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടും മനു ഒന്നും അറിയാത്തതുപോലെ അവനോട് തിരികെ ഗൗരവത്തിൽ ചോദിച്ചു. ഓ, എനിക്കിപ്പോൾ ഉറക്കം വരുന്നില്ല. എങ്കിൽ എനിക്കുറക്കം വരുന്നുണ്ട്. പിന്നെ ഉറക്കം വരും, ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതല്ലേ. ഉണ്ണി കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞതും മനു അവനെ ഒന്ന് ഗൗരവത്തിൽ നോക്കി. ഏട്ടൻ ഇങ്ങോട്ടിരിക്കെ. അവനെ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തിക്കൊണ്ട് ഉണ്ണിയും അവൻ്റെ അടുത്തായിട്ട് തന്നെ ഇരുന്നു. യു ചേഞ്ച്ഡ് എ ലോട്ട് ഏട്ടാ, മനുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഉണ്ണി പറഞ്ഞു. അവനത് പറഞ്ഞതും മനു തിരികെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. സംസ്കൃതി, ഷീസ് ദ റീസൺ ബിഹൈൻഡ് മൈ ചേഞ്ച്. ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല അവന് അങ്ങനെയൊരു ഉത്തരം പറയാൻ. അവൻ്റെ മറുപടിയിൽ ഉണ്ണിക്കും സന്തോഷം തന്നെയായിരുന്നു. ഐ നോ ഏട്ടാ, പക്ഷേ ഇത്ര പെട്ടെന്ന് അവൾ ഇത്രമാത്രം എൻ്റെ ഏട്ടനെ ചേഞ്ച് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഷീ നോസ് മീ വെൽ ഉണ്ണി. ഇടയ്ക്ക് എനിക്ക് തോന്നും എന്നേക്കാളും നന്നായിട്ട് അവൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പോലും അറിയാതെ അവൾ മനസ്സിലാക്കുന്നുണ്ട്. ഷീ സ്റ്റേയ്സ് വിത്ത് മീ ഇൻ മൈ വീക്ക് ടൈംസ്. അവളെക്കുറിച്ച് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുവിനെ ഒരു കൗതുകത്തോടെയാണ് ഉണ്ണി നോക്കിയിരുന്നത്. ഇത്രയും നാളുകൾക്കിടയിൽ അവൻ ഇത്തരത്തിൽ സന്തോഷത്തോടെയും ആത്മാർത്ഥമായും സംസാരിക്കുന്നത് ഇതാദ്യമാണെന്ന് തോന്നിപ്പോയി ഉണ്ണിക്ക്. അവൻ്റെ വാക്കുകളിൽ തന്നെ അവൻ്റെ സന്തോഷം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഉണ്ണി ഒന്നും മിണ്ടാതെ അവൻ പറയുന്നതിനെല്ലാം നല്ലൊരു കേൾവിക്കാരനായിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.